ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു എയറോപ്ലെയിൻ ആണ്. ഇതാണ്. ഇത് റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് പറക്കുന്ന ഒരു എയറോപ്ലെയിൻ ആണ്. ഇത് ആർക്ക് വേണമെങ്കിലും വീട്ടിൽ വെച്ച് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ A4 സൈസ് പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു പേന എടുക്കാം. പേന എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ റോൾ ചെയ്ത ശേഷം കാണുന്ന ഭാഗത്ത് ഇങ്ങനെ ഒരു ടേപ്പ് ഒട്ടിച്ച് കൊടുക്കാം. ഇത് ഞാനിവിടെ ഇൻസുലേഷൻ ടേപ്പാണ് എടുത്തത്, കാരണം അത് കട്ട് കിട്ടാനാണ്. പിന്നെ ഒരു A4 സൈസ് പേപ്പർ എടുത്ത ശേഷം ഇങ്ങനെ രണ്ടാക്കി മടക്കി ഇങ്ങനെ മുറിച്ച് കൊടുക്കാം. മുറിച്ച ശേഷം ഒരു ഭാഗം എടുത്തിട്ട് വീണ്ടും അതിനേക്കാളും ഒരു ചെറിയ പേന എടുത്തിട്ട് ഒന്നും കൂടെ മടക്കി കൊടുക്കാം, റോൾ ചെയ്ത് കൊടുക്കാം. റോൾ ചെയ്തതിന് ശേഷം ആ ഭാഗത്തേക്ക് ഒരു ടേപ്പ് ഒട്ടിച്ച് കൊടുത്തു. പിന്നെ ഒരു A4 സൈസ് പേപ്പർ എടുക്കുക. അതിനുശേഷം ഈ വീഡിയോ കാണുന്ന പോലെ ഒന്ന് മടക്കി കൊടുക്കുക. നന്നായി മടക്കി കൊടുക്കുക. നന്നായി മടക്കി കൊടുത്ത ശേഷം അതൊന്ന് നൂത്ത് കഴിഞ്ഞിട്ട് നമ്മൾ റോൾ ചെയ്ത് വെച്ചിരുന്ന ആ ചെറിയ പീസ് എടുത്ത് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിലും പച്ച തേച്ച് കൊടുക്കാം. അതിനുശേഷം അപ്പുറത്തെ ഭാഗം ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ പ്ലെയിനിൻ്റെ വിങ് ആണ്. അതിൻ്റെ അറ്റവും ഇങ്ങനെ ചേർത്ത് പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് ഇങ്ങനെ ഒന്ന് വളയ്ക്കണം. തീ വെച്ച് വളയ്ക്കാൻ നോക്കിയാൽ കുറച്ചും കൂടെ എളുപ്പമായി വളയ്ക്കാൻ കഴിയുന്നതാണ്. അതിൻ്റെ നടുക്കൊരു ഹോൾ ഇടണം, ചെറിയൊരു ഹോൾ മതി. അതിനുശേഷം ഒരു പേപ്പർ പിന്നെടുത്ത് നേരെയാക്കി ഇതിൻ്റെ ആ ഹോളിലേക്ക് ഇട്ട് കൊടുക്കാം. ശേഷം അതിൻ്റെ അറ്റം ഒന്ന് വളച്ചു കൊടുക്കാം. അതൊരു ലോക്ക് ഇടാനാണ് വളച്ചു കൊടുക്കുന്നത്. അത് തിരിച്ചിറങ്ങി വരാത്ത രീതിയിൽ നന്നായി ലോക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മുത്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കാം, അപ്പുറത്തെ വശത്തേക്ക്. അതിനുശേഷം ഒരു ഐസ്ക്രീം സ്റ്റിക്കിൻ്റെ ഒരു ഭാഗം എടുത്ത് അതിലേക്ക് ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്യുക. അതിനുശേഷം അത് വളച്ച് വെച്ച് അത് ഒന്ന് മുറിച്ച് കളഞ്ഞു കൊടുക്കുക. ആ എക്സ്ട്രാ വരുന്ന ഭാഗം മുറിച്ച് കളയാം. അതിനുശേഷം 4 റബ്ബർ ബാൻഡുള്ള 2 സെറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് രണ്ടും ഇങ്ങനെ വയ്ക്കുക. അതിനുശേഷം ഒരു നൂലെടുത്തിട്ട് ഒരറ്റത്തേക്ക് കെട്ടിക്കൊടുക്കുക. ഈ വീഡിയോ കാണുന്ന പോലെ കെട്ടിക്കൊടുത്ത ശേഷം ഒരു നൂല് നമ്മുടെ വലിയ പീസ് റോൾ ചെയ്ത് വെച്ചിരുന്ന അതിലേക്ക് നമുക്ക് ഇറക്കി കൊടുക്കാം. അപ്പുറത്തുള്ള നൂല് വലിച്ചിട്ട് നമ്മൾ വേറെ ഐസ്ക്രീം സ്റ്റിക്ക് എടുത്ത് വെച്ചിരുന്നു. എന്നിട്ട് അവിടെ ലോക്ക് ഇട്ട് കൊടുക്കാം. റബ്ബർ ബാൻഡ് ഇപ്പുറത്തോട്ട് വരാത്ത രീതിയിൽ ലോക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്ത് വന്നിരുന്ന നമ്മുടെ നൂല് അത് അഴിച്ചു കൊടുക്കാം. അതിനുശേഷം ആ പ്രൊപ്പല്ലറിൻ്റെ വളഞ്ഞിരിക്കുന്ന ഭാഗം ആ റബ്ബർ ബാൻഡിലേക്ക് നമുക്ക് ഹുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പ്രൊപ്പല്ലർ ഇവിടെ ശരിയായിരിക്കുകയാണ്. ഇത് ക്ലോക്ക് വൈസ് കറക്കണം. നമ്മുടെ പ്രൊപ്പല്ലർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു ചെറിയ പീസ് ഉണ്ടായിരുന്നു. ആ പീസ് പേപ്പർ എടുത്ത ശേഷം ഇങ്ങനെ മടക്കുക, വീഡിയോയിൽ കാണുന്ന പോലെ മടക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത് വെച്ചിരുന്ന ആ വിങ്ങും എടുക്കുക. വിങ് എടുത്ത ശേഷം അവിടെയും നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് ഈ ഭാഗത്തുമായിട്ട് ഒട്ടിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ എയറോപ്ലെയിൻ ശരിയായിരിക്കുകയാണ്. നമ്മുടെ പ്രൊപ്പല്ലർ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ടെസ്റ്റാണ് ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം ഒരു A4 സൈസ് പേപ്പർ എടുത്ത ശേഷം 4 മടക്കി ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. അതൊരു സ്റ്റെബിലൈസേഷന് വേണ്ടിയായിരുന്നു.